സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. സ്മോക്കിംഗ് കിൽസ്. പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്. ലിക്കർ ഡ്രിങ്കിങ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. ബി സേഫ്. ഡോണ്ട് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ്. ജാഗ്രത, മദ്യപിച്ച് വാഹനം ഓടിക്കരുത്. ചിക്കൻ ചിക്ക 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 രാരീ 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 രാരോ രാരീ 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 രാരോ.
യമരണകലിലെ തൊട്ടികെട്ടി രാരി 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 രാരോ രാരി 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 രാരോ ആത്തുമണ അള്ളിയെടുത്ത് തുമ്മാമ്പോട്ടോ ആത്തുമണ അള്ളിയെടുത്ത് തുമ്മാമ്പോട്ടോ രാരി രാരി കണ്ണേ നീയുറങ്ങോ രാരി രാരി കണ്ണേ നീയുറങ്ങോ ആലമര വിളിതെടുത്ത് ദൂരി ചെയ്ത് ആലമര വിളിതെടുത്ത് ദൂരി ചെയ്ത് രാരി 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 രാരോ രാരി രാരി കണ്ണേ നീയുറങ്ങോ ഇത്തിമര വിളിതെടുത്ത് ഊഞ്ചൽ കെട്ടി ഇത്തിമര വിളിതെടുത്ത് ഊഞ്ചൽ കെട്ടി ദൂരി 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 കണ്ടേ നീയുറങ്ങോ രാരി 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 കണ്ണേ നീയുറങ്ങോ രാരി 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 രാരോ ഡാ നീ വെക്കേഷൻ എവിടെ പോയത്? നമ്മൾ കാട് കിട്ടോടെ പോവാൻ. നമ്മൾ ഈ പ്രാവശ്യം കൊച്ചി മെറൈൻ ഡ്രൈവ് ഒക്കെ അടിപൊളി ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? കിടു ട്രിപ്പായിരുന്നു മോനെ. നിനക്ക് ഈ കാട് കണ്ട് കണ്ട് ബോറടിക്കില്ല? ഏയ് ഞാനൊക്കെ ആണെങ്കിൽ ബോറടിച്ച് ചത്തേൻ. അത് നീ കാട് മര്യാദക്ക് കാണാത്തോണ്ട് തോന്നണതാ. ഈ കാറിൽ പോകുമ്പോൾ പുറത്തോട്ട് നോക്കുമ്പോൾ കാണുന്നതല്ല കാട്. ഓരോ കാഴ്ചയിലും കാടിന് ഓരോ ഭംഗിയാ. ഓ പിന്നെ നവാഗതർക്ക് സ്വാഗതം. കോപ്പ് ക്ലാസ് ഇല്ലാത്തപ്പോൾ തുറന്നാ മതിന്നായിരുന്നു. മുറ്റത്ത് കാല് കുത്തിയപ്പോഴേക്കും മൂടുപോയി. ആരാണോ ക്ലാസ് ടീച്ചറൊക്കെ? ആരായാലും കണക്കാ. ഗുഡ് മോർണിംഗ് ഇരിക്കെ എല്ലാവരും വെക്കേഷനൊക്കെ അടിച്ചു പൊളിച്ചില്ലേ? ഓക്കെ. ഇത് നിങ്ങളുടെ സ്കൂൾ ജീവിതത്തിൻ്റെ നിർണായക വർഷങ്ങളാണെന്ന ബോധവും ആത്മാർത്ഥതയും നിങ്ങളുടെ പഠനകാര്യത്തിലും മറ്റെല്ലാ കാര്യത്തിലും ഉണ്ടാവണം. അതിന് പ്രധാനാധ്യാപകൻ എന്ന നിലയ്ക്ക് എൻ്റെ എല്ലാ ഹെൽപ്പും എപ്പോഴും ഉണ്ടാവും. അപ്പോൾ നമുക്ക് പരിചയപ്പെടാം അല്ലേ? ഞാൻ ജയകൃഷ്ണൻ. മോൻ്റെ പേര്? ശ്രീനാഥ്. അജ്മൽ. രാജേഷ്. അബി. മോൻ്റെ പേര് പറയും? സുധി. ചെക്കൻ. ചെക്കനോ? ഒരു വെറൈറ്റി പേരാണല്ലോ. അതാണ് എൻ്റെ പേര്. അവനാ കോളനിയില്ലേ സാറേ? നല്ല പേര്. ഇരിക്കെ. ചേട്ടാ ഇതിന് എത്രയാ? അതിന് 5 രൂപ. അതൊരെണ്ണം എടുത്തു. എനിക്കിത് വേണ്ടിടി. ഇതിന്നൊന്നും എടുത്തു. എന്നാ 2 എടുത്തു. എന്താടാ നിനക്ക് അവനോടൊരു പുച്ഛം? എനിക്കാരോടും പുച്ഛമൊന്നുമില്ല. പിന്നെന്താ അവൻ പേര് പറഞ്ഞപ്പോ നിനക്കൊരു കിളിക്കല്? ഞാൻ ചെയ്തില്ല. ഇടിച്ചിന്റെ തക്കാളി മോന്ത ഞാൻ ചമ്മന്തിയാക്കൂട്ടാ. സുധി, ചെക്കനെവിടെ? അവനാ കഞ്ഞിപുരയെ കാണും. ഓ, അവനാ കഞ്ഞി ചേച്ചിയുടെ അസിസ്റ്റന്റ് ആണല്ലോ. എന്താടാ? അല്ല ഒന്നുമില്ല, ഒരു ബുക്ക് വാങ്ങാനാ. എടാ ചക്ക, നീ ഇതൊന്ന് കഴിച്ചു നോക്ക്.
മുത്തശ്ശി ഉണ്ടാക്കായിരുന്നു ഇതുപോലെ. അപ്പൊ നിന്റെ അമ്മ ഇതൊന്നും ഉണ്ടാക്കി തരില്ലേ? പിന്നെ അമ്മക്ക് നേരാവണ്ണം ഒരു കറി ഉണ്ടാക്കാൻ പോലും അറിയില്ല. ആകെ അറിയാവുന്ന എന്നോട് വഴക്കുടിക്കാനാ. അവള് പാവാടാ. അവള് നിന്റെ അച്ഛൻ മരിച്ച പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ നിന്നെ വളർത്തിയത്. ഞാൻ ചുമ്മാ പറഞ്ഞേച്ചി, എനിക്കറിയില്ലേ. നീ ഇതാ മണിക്കൊന്നും കൊണ്ട് കൊടുത്തേക്ക്. ആ മണിച്ചേട്ടാ, ചെക്ക ആ ബുക്കൊന്ന് കാണാ. ബുക്കൊക്കെ തരാ, നശിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇല്ല സാറേ. ഇന്നെന്താ പണിക്ക് പോയില്ലേ? ഇല്ല, ആ വീട്ടുകാർ നാട്ടിൽ പോയിക്കാ. ആ എന്നാ പുതിയ പാടോ, പോയി പഠിച്ചോ. പുതിയ ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, പുതിയ മാഷ് സൂപ്പറാ. അമ്മക്ക് എങ്ങനെയുണ്ട്? ഇന്നലെ ഹെൽത്തിൽ നിന്ന് ആള് വന്നില്ലേ? ഓപ്പറേഷന്റെ കാര്യമൊക്കെ പറയണ്ടായി, പക്ഷെ ഒന്നും നടക്കുന്നു തോന്നണില്ല. കയ്യില് പൈസ വേണ്ടേ? അതൊക്കെ നടക്കും. അമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിനക്ക് സ്കൂളിൽ വരാലോ. ഇനി അതൊന്നും നടക്കുന്നു തോന്നണില്ല. വീട്ടിലെ കാര്യങ്ങൾ കൂടി നോക്കണ്ടേ? എന്നാ ഇത് കഴിച്ചോ, സ്കൂളിന്റെ മുന്നിൽ നിന്ന് വാങ്ങിയതാ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഉപ്പിലിട്ട നെല്ലിക്ക. ഉം. പണ്ട് സ്കൂളിൽ പോകുമ്പോ ഞാനും മേടിക്കായിരുന്നു. അച്ഛനുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോഴും സ്കൂളിൽ പോവായിരുന്നു. എന്തിന് നെല്ലിക്ക വാങ്ങാന്? ഇത് വെച്ചോ, അമ്മക്ക് കൊടുത്തോ. ഞാൻ എന്നാ പോവാ. ഉം. ചെക്ക വന്നാ കളിച്ചിരിക്കാതെ വേഗം പോയി കുളിക്ക്. കുളിക്കാമേ, ഞാനൊന്നും വേണ്ടി തിളക്കം മാറ്റട്ടെ, കുളിക്കാം. പണിക്ക് പെയ്ത്തിട്ടല്ലേ നീ വരുന്നേ? അന്ത്യാകുമ്പത്തേക്ക് പോയി കുളിക്ക്. ഞാൻ പോണ്. ചെക്ക പോത്ത് പോലെ വളർന്ന് നിന്റെ ബക്കാലം നടക്കാൻ എനിക്ക് നീ സാധിക്കൂല. ഇതെന്തൊരു കഷ്ടാണോ, ഒന്നും മിണ്ടാതിരി, ഞാൻ കുളിക്കാം. ഇന്നെന്ത് പണി ഉണ്ടായിരുന്നില്ലേ ചേച്ചി? ഒരാഴ്ചയായിട്ട് പണിയൊന്നുമില്ല. കെട്ടോന് പണിയുള്ള കാരണം കൊണ്ട് അങ്ങ് കഴിഞ്ഞു. എല്ലാരെയും കഥ അങ്ങനൊക്കെ തന്നെയാ. അല്ല പറയാ, എന്താ ഞങ്ങളെ അക്കൂസിന്റെ കാര്യം? അതെല്ലാം പറഞ്ഞിട്ടുണ്ടാ, ശരിയാക്കാം. ശരിയാക്കൽ തുടങ്ങിയിട്ട് കുറെ കാലായി. മരക്കൊമ്പിരുന്ന് തൂറിക്കൊണ്ടിരുന്നവനാ, അവനിപ്പോ യൂറോപ്യൻ ക്ലാസ്സിൽ ഇരുന്നാലേ പോവും. മൂട് അങ്ങോട്ട് പോയി. ചേച്ചി, നമ്മൾ യേശുദാസ് വന്നിട്ടുണ്ടല്ലോ. നീ ഒന്ന് പോടി, ആ നമ്മുടെ യേശുദാസ് തന്നെയാ. ഓ, നീ പാടറേക്കാ. അതെ, നിങ്ങൾ ആള് മരിച്ചതിന് ശേഷമല്ലേ അപ്ലിക്കേഷൻ തന്നത്? ആ, അപ്പം അതിന് കുറച്ച് പ്രൊസീജിയറൊക്കെ ഉണ്ട്. നിങ്ങൾ നാളെയോ മറ്റന്നാളായിട്ട് ഓഫീസിലേക്ക് വരി. ഇന്ന് ഞായറാഴ്ച അല്ലേന്ന് പറഞ്ഞാലും മനസ്സിലാവില്ല അച്ഛൻ. ഉപ്പച്ചി, ആ എന്തേ? ഒരു കാര്യം പറയാണ്ട്. എന്താണ്? നിങ്ങൾ ഹാജറിനെ പാട്ടിന് പറഞ്ഞേക്കോ? ഈ എന്ത് വർത്താനാണ് ഹാദിയെ പറയണത്? ഇക്കണ്ട കാലം മുഴുവൻ ഞാൻ വളർത്തി വലുതാക്കിയ മോളെ ഒരു സുപ്രഭാതത്തിൽ അങ്ങോട്ട് പാട്ടിന് വിടുക? ഓ, അതല്ല ഉപ്പച്ചി, ഏതല്ല? ഓളെ പാട്ട് പഠിക്കാൻ പറഞ്ഞേക്കോന്ന്. ആ, പാട്ട് പഠിക്കാൻ വിടൂല. കേരളത്തിൽ ഇപ്പൊ പാട്ടുകാർക്ക് യാതൊരു പഞ്ഞുമില്ല മോളെ. ഓളൊരു ആഗ്രഹമല്ലേ ഉപ്പച്ചി? എന്താ ആഗ്രഹം? പാട്ട് ഇതുപോലൊരു ആഗ്രഹം തുടങ്ങിയാണ് പണ്ടെന്റെ ഉമ്മച്ചിക്ക്. അറിയാലോ എനിക്ക്. ആ, അടുത്ത എപ്പിസോഡിന് റെഡി ആയിട്ടോ? കേട്ടില്ലേ? ഓളെ യൂട്യൂബ് ചാനലിന്റെ വീഡിയോ എടുക്കാൻ റെഡി ആയിക്കോളെ. മോളെ, നിങ്ങളെ രണ്ടാളെ ആലോചിച്ചിട്ടാ.
ഇല്ലെങ്കിൽ 22 വർഷം മുമ്പ് പറ്റിയ തെറ്റിന് ഞാനൊരു പരിഹാരം കണ്ടിരുന്നു. ഉപ്പ നടക്ക്. ഒന്ന് സമ്മതിക്ക്. അങ്ങോട്ട് നടക്കടി. പാട്ട് പഠിക്കാൻ നടക്കും. നിങ്ങൾ എത്ര നേരമായി വിളിക്കുന്നത്? നിങ്ങൾക്ക് ചെവിയേക്കൂല? ഞാനവിടെ ഫയലൊക്കെ നോക്കി. പിന്നെ ഫയലൊക്കെ അല്ല, നോക്കി. ഇന്നെന്താ പരിപാടി? ഇന്ന് നിങ്ങളെ ഞാൻ നെട്ടിക്കാൻ പോവാ. അയ്യോ, ഓ എന്റെ ആസ്യ, അനക്ക് ഈ പാവത്തിനെ ഞെട്ടിച്ചിട്ട് ഇതുവരെ പൂതി തീർന്നില്ലേ? നോ നോ. എന്താ വെറൈറ്റി? ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പാവയ്ക്ക പ്രഥമൻ. എന്തെങ്കിലും പറഞ്ഞോ? ഒന്നുമില്ല, കലക്കിക്കണ്. ആ ആസ്യ, ആ? ഏത് പോലീസുകാരും ഒരു ദിവസം ലീവ് എടുക്കൂ. അനക്കൊരു ദിവസം ലീവ് ആക്കിക്കോ. നോ ലീവ്. ഏ? ഡെയിലി 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 വെറൈറ്റി. അതാണ് ആസിയാസ് കിച്ചൺ. അല്ല. അടുത്ത് പിടിച്ച് ഒരു മിനിറ്റ്. ഞാൻ നടക്കണം. എന്നാ വേഗം നോക്കടാ. നിങ്ങൾ വരും. എന്തിനാടി പൂങ്കൊടിയേ കരഞ്ഞി കരയണത്? ഇപ്പൊ വരും പൊന്നും കൊടിയേ. എന്തിനാടി പൂങ്കൊടി? എന്താടാ? ഏയ്, ഒരു കുട്ടിയെ. എന്നിട്ട് എവിടെ? അതാ ഞാനും നോക്കണത്. പോടാ. അതിനെന്തൊരു പഞ്ചായത്ത്? പഞ്ചാരിച്ചിരിയ പോടാ. ദി ഫസ്റ്റ് ഫ്ലൈ. മാഷെ, വാ വാ, കയറി വാ. ഹായ് സ്റ്റുഡൻസ്, ഈ കുട്ടി നമ്മുടെ ക്ലാസ്സിലെ പുതിയ ആളാണ്. കുട്ടി സ്വയം ഒന്ന് പരിചയപ്പെടുത്തു. എൻ്റെ പേര് ഹാജിറ, വീട് കാലിക്കട്ടാണ്. അവിടെ തന്നെയാണ് പഠിച്ചൊക്കെ. ആ, കുട്ടിയുടെ ഫാദർ എന്ത് ചെയ്യുന്നു? ഇവളാണോ? ബാപ്പ വില്ലേജ് ഓഫീസറാണ്. ആഹാ. ഇപ്പൊ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി. ആ. ഇരിക്കെ. ഓക്കെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷാണ്. എവരിബഡി ടേക്ക് നോട്ട്സ്. പ്ലീസ് ടേക്ക് നോട്ട്സ്. പെട്ടെന്നാവട്ടെ. ഒരു ജോലിട്ട് നിന്നു. പാട്ട് നന്നായിട്ടുണ്ട് കേട്ടോ. പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അവന്റെ മുത്തശ്ശി പാടായിരുന്നു. ആഹാ. കുട്ടി ന്യൂ അഡ്മിഷൻ ആണല്ലേ? എവിടെയാ ശരിക്കും വീട്? ഞങ്ങള് കോഴിക്കോട്ടുകാരാ. ഓഹോ. എനിക്ക് പാട്ട് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഉപ്പാക്ക് അത്ര താല്പര്യമില്ലാത്തോണ്ട് പോയില്ല. അയ്യോടാ. എനിക്ക് പാട്ട് പാടുന്നവരെ നല്ല ഇഷ്ടാ. ഹാജിറ, ബെല്ലടിച്ചു, വരുന്നില്ലേ? വരാം. ഞങ്ങള് വരാം. ഉണ്ടോ? നീ അവൾ പറഞ്ഞതെല്ലാം ശ്രദ്ധിച്ചോ? എന്ത്? എന്തോ. ഹൃദയത്തിൽ നിറമേകും ശലഭങ്ങളെ വനമാകെ നിറയുന്നു. മിഴിവേകും മഴവില്ലിൻ വർണ്ണങ്ങളെ വെറുതെ നുണയുന്നു. കലമാന്റെ മിഴിയോലും അഴകുള്ള കണ്ണേ, അറിയാതെ പടരുന്നൊരഴകാണു നീ. അനുരാഗപ്പൂവനമേ, ഹൃദയത്തിൽ നിറമേകും ശലഭങ്ങളെ വനമാകെ നിറയുന്നുവോ. ആരെ സ്വപ്നം കണ്ടിരിക്കാൻ തോന്നുന്നു? അങ്ങനൊന്നുമില്ല. അതൊന്നുമല്ല, അതൊക്കെ കണ്ട എനിക്ക് മനസ്സിലാവും. ആണോ? നീ ആരെ സ്വപ്നം കാണാറ്? പറ. നീ പറ, എന്നാ ഞാനും പറയാം. അതിന് ഞാനാരെയും കണ്ടില്ല.
പിന്നെ കണ്ടാലും വലിയ കാര്യമൊന്നുമില്ല. ഓ അപ്പൊ ആളുണ്ടല്ലേ? ആരാ? കാണാനൊക്കെ കൊള്ളാം. ഞാൻ പോട്ടെ, അമ്മ വന്നിട്ടുണ്ടാവും. ആസിയാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം എപ്പോഴും പുതുമകൾ ആഗ്രഹിക്കുന്ന എന്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയുള്ള ഒരു പുതിയ വിഭവമാണ്. അതിനു മുമ്പൊരു കാര്യം, ഇതുവരെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ആ സൈഡിലുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തുകയും ചെയ്യുക. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതിന്റെ പേരാണ് ബീഫ് ഹലുവ. അതായത് അലുവയിലില്ലേ ബീഫ് അങ്ങ് നിറച്ചത്. ഇതിന് വേണ്ട 2 സാധനങ്ങൾ, അലുവയും ബീഫ് ഫ്രൈയും മാത്രം. ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. നല്ല മൂർച്ചയുള്ള കത്തിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മൂർച്ച ഒട്ടും കുറയാൻ പാടില്ല. ഇങ്ങനെ അലുവ ഓരോ കഷ്ണം കഷ്ണമായിട്ട് മാറ്റി വെക്കും. ഇപ്പൊ ഒരു ചതുരാകൃതി കിട്ടിയില്ലേ നമുക്ക്. ഇനി നല്ല ബീഫ് ഫ്രൈ എടുത്തിട്ട് ഇതിലേക്ക് അങ്ങോട്ട് നിറയ്ക്കുക. എല്ലാരും വായിലും വെള്ളം വരുന്നുണ്ടാവും എനിക്കറിയാം. ഇനി അത് കവർ ചെയ്ത് വെച്ചു. വേപ്പിലയും പച്ചമുളകും വെച്ച് വേണമെങ്കിൽ അലങ്കരിച്ചെടുക്കാം. ഇന്നത്തെ എന്റെ ബീഫ് ഹലുവ റെഡിയായി കഴിഞ്ഞു. ഇനി സ്ഥിരം ടേസ്റ്റ് നോക്കുന്ന എന്റെ ഹസിനെ വിളിക്കാം. വായിക്ക വരിക. എങ്ങനെയുണ്ട്? അതിഗംഭീരമായിരിക്കുന്നെന്നാണ് എന്റെ ഹസ്ബൻഡ് പറയുന്നത്. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഭാര്യമാരെല്ലാവരും ഇത് പരീക്ഷിച്ചു നോക്കുക. അപ്പോ നാളെ ഒരു പുതിയ വിഭവമായി കാണുന്നതുവരെ, ആസിയാസ് കിച്ചണിൽ നമ്മൾ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും. വരുന്നുണ്ട് നമ്മുടെ മക്കളെ, ഈ വീട്ടില് വായ്ക്ക് രുചിയുള്ള എന്തെങ്കിലും ഉണ്ടോ തിന്നായി? ചപ്പാത്തിയും കറിയുണ്ട്. മതി, വായനാക്കാനാ. നമ്മൾ ഇപ്പാനെ സമ്മതിക്കണം കേട്ടോ. ഉപ്പച്ചിനെ സമ്മതിച്ചാൽ മാത്രം പോരാ മക്കളെ. ഉപ്പച്ചിക്ക് ഓരോ വർഷങ്ങളിൽ ക്ഷമാശീലന്റെ അവാർഡ് തരണം. ചിരിക്കണ്ട, നിങ്ങളെ ഉമ്മണ്ടല്ലോ, ആ കാണുന്ന തടി മണ്ണുള്ളൂ, തലേന്റെ അകത്തെ ആൾത്താമസല്ലേ, അതാ കുഴപ്പം. അതൊക്കെ പോട്ടെ ഉപ്പച്ചി. ഉപ്പച്ചി കോഴിക്കോട് നിന്ന് വരുമ്പോ ഞങ്ങൾക്കൊരു വാക്ക് തന്നീനല്ലോ, മറന്നോ? എന്തു വാക്ക്? ഉപ്പച്ചി വയനാട് വന്നിട്ട് കാട് കാണിച്ചു തരാന്ന്. കാട് എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണം നിങ്ങള്. ആ ജനലം അങ്ങോട്ട് തുറന്നിട്ടാ മതി, ഇഷ്ടംപോലെ കാട് കാണാം. ഓ കാട്ടിലോ? അപ്പൊ അടുത്ത ഷൂട്ട് നമുക്ക് കാട്ടിലാക്കിയാലോ? ഒരു വെറൈറ്റി ആവും, വൈറലോ ആവും. ഞാൻ കാട്ടിലെ ജീവികൾക്ക് സ്വരി കൊടുക്കണ്ടേ? എന്തിനാ ഉമ്മച്ചി ഇത്? പൂമരം പൂത്തുലഞ്ഞേ പൂവകയിൽ പൂത്തുമ്പി പാറി വന്നേ, ഇന്നെന്റെ നെഞ്ചകത്തിൽ തേനൂറും പൂവായി നീ വിരിഞ്ഞേ. പൂമരം പൂത്തുലഞ്ഞേ പൂവകയിൽ പൂത്തുമ്പി പാറി വന്നേ, ഇന്നെന്റെ നെഞ്ചകത്തിൽ തേനൂറും പൂവായി നീ വിരിഞ്ഞേ. ഈ മാപ്പിള പാട്ടൊന്ന് പാടുവോ? നോക്കാം. മലർക്കൊടിയേ ഞാനെന്നും. അയ്യോ ആഹാ. ഒന്ന് നീങ്ങളാ. ചെക്കൻ നന്നായി പാടുന്നുണ്ടല്ലോ. ഇത്തവണ കലോത്സവത്തിന് പേര് കൊടുക്കണം. അയ്യോ, എന്തു പറ്റി? ബെഞ്ച് കൊട്ടി പാടിയാൽ മാത്രം പോരാ, സ്റ്റേജിലൊക്കെ പാടി സമ്മാനം വാങ്ങണം. പേര് കൊടുക്കട്ടോ. नमस्कार बच्चों, अनुताप। आज हम अनुताप नाम पाठ पढ़ेंगे. इसका लेखक का नाम इसका കലോത്സവത്തിന് ഇവിടുന്ന് ആരൊക്കെയാ പേര് കൊടുക്കുന്നത്? അബി. അബി. അബി എ. ഇനി അടുത്ത ആരാണ്? സാന്ദ്ര. സുധി. സാന്ദ്ര പി. സുധി. പ്രാവശ്യവും നമ്മുടെ സ്കൂളിന് കുട്ടികൾ കുറവന്നെയാ. പിന്നെ ഇതൊക്കെ നടത്തണ്ട ടീച്ചറെ. കൊടുക്കടാ, കൊടുക്ക്, കൊടുക്കാൻ. നിങ്ങൾ 2 പേരും ഇന്റർവ്യൂ സമയത്ത് സ്റ്റാഫ് റൂമിലേക്ക് വരണം. പുള്ളി നിന്നെ മനഃപൂർവ്വമാക്കിയാണ്. നമുക്ക് സ്റ്റാഫ് റൂമിൽ പോയിട്ട് പേര് കൊടുക്കാം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് വലിയ താല്പര്യമില്ല. നിന്നെപ്പോലെ പാടാൻ കഴിവുണ്ടായിരുന്നെങ്കിലേ ഈ അഭിനയൊക്കെ ഞാൻ കണ്ടോ വഴി ഓടിച്ച. ഒരുക്കങ്ങളൊക്കെ എന്തായി?
കഴിഞ്ഞ വർഷത്തെ പോലെ ആവരുത്. ഈ പ്രാവശ്യം നല്ല പ്രാക്ടീസ് കൊടുക്കണം. കുറച്ച് പേർ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്, പക്ഷേ വലിയ ഗുണമുണ്ടാവും തോന്നുന്നില്ല. മാഷേ, C1 ക്ലാസ്സിലെ നന്നായി പാടുന്നൊരു കുട്ടിയുണ്ട്. ആ കോളനിത്തെ പയ്യനല്ല? അതെ. അതിനൊന്നും മത്സരിപ്പിക്കാനൊക്കില്ല മാഷേ. ഈ കല എന്നൊക്കെ പറയുന്നത് ദൈവികമായൊരു ഭാവല്ലേ? മാഷ് ഈ പറഞ്ഞത് നേരാണെങ്കിൽ ആ അനുഗ്രഹം ആ കുട്ടിക്കുണ്ട്. അതെ മാഷേ. എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ മാഷേ, നിങ്ങളതൊന്ന് പരിശോധിക്കണം. നീ എന്താ പേര് കൊടുക്കാഞ്ഞേ? ഞാൻ പറഞ്ഞതാ, ഇവൻ കേക്കണ്ടേ? അതൊന്നും ശരിയാവില്ല. ഞാൻ അങ്ങനെ സംഗീതമൊന്നും പഠിച്ചിട്ടില്ല. പിന്നെ ക്ലാസ്സിലും വീട്ടിലും പാട്ട് പറഞ്ഞല്ലോ. അതിന് കലോത്സവത്തിന് ഇനിയും സമയല്ലേ, പഠിച്ചൂടെ? ആദ്യം വേണ്ടത് പാടാനുള്ള കഴിവാണ്. അത് നിനക്ക് ധാരാളം ഉണ്ട്. ഇതാരാ സ്കൂളിന്റെ സമയത്ത് ഇങ്ങോട്ട് വരുന്നു? ബാക്കിയുള്ളവരെ വീട്ടിൽ പോകാൻ നിൽക്കാം. നീ എന്തിനിപ്പ ഇതൊക്കെ? ചുമ്മാ രസം, അല്ലാതെന്ത്? പിന്നെ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇത്തന്റെ കല്യാണക്കാര്യം? ഇതാണ് ആള്. അപ്പോഴേ അടുത്ത മാസമാണ് കല്യാണം. ഇപ്പോഴേ ക്ഷണിക്കണം. കല്യാണത്തിന് എല്ലാരും വരണം കേട്ടോ. ഒരു ചെറിയ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു, അപ്പൊ സ്കൂളിൽ വിടുന്ന സമയല്ലേ ഇവളെയും കൂട്ടി പോവാന്ന് വിചാരിച്ചു. ശരി, കേറ്. ഈ ചെക്കനൊക്കെ നിന്റെ ഫ്രണ്ട്സ്? അതിനെന്താ, ഉമ്മ വേണ്ടത് കേറി വന്ന് കേറടി. ഇവക്കൊക്കെ എന്നെ പോലൊന്ന് സ്റ്റാൻഡേർഡ് ആയിക്കൂടെ? അതെങ്ങനെയാ? ബാപ്പാനെ കണ്ടല്ലേ പഠിക്കുന്നത്. പിന്നെന്ത് പറയാനാ? എന്താ ഈ പിറുപിറുക്കണേ? ആ കടയിലൊക്കെ നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ. ഇവിടെ എവിടെ ഒരു കട ഉണ്ടായിരുന്നല്ലോ. ആ അതെ ഇവിടെ കയറി. ഇത് തന്നെ ഇങ്ങോട്ടുള്ള ബാഗുണ്ട്. ഇവിടെ കയറടി. മക്കളെ, ഇതെങ്ങനെയുണ്ട്? ക്യാമറയിലൊക്കെ നല്ല കളറാവൂലേ? പിന്നെ മോനെ ഇതെന്ത് വില? 1599. 1599. അപ്പൊ സെലിബ്രിറ്റികൾക്കൊക്കെ ഡിസ്കൗണ്ട് ഉണ്ടാവില്ലേ? നിങ്ങള് യൂട്യൂബ് ഒന്നും കാണാറില്ലേ? ആസിയാസ് കിച്ചൺ നീ നോക്കൂ. അതിന്റെ ചാനലാ. ഉമ്മ വ്യൂവേഴ്സിനെ ക്യാൻവാസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആകെ 120 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. ഉമ്മാന്റെ വിചാരം വലിയ സെലിബ്രിറ്റി ആണ്. അയ്യോ സോറി. സെലക്ഷൻ ഒക്കെ ഉണ്ട്, മക്കളെ, പക്ഷെ വിലയാണെന്ന് ഇതെന്താ തീരൂ? മാഷേ, ചെക്ക, ഞാൻ വിളിപ്പിച്ചതേ, ഈ ഡാലിയ TV ചാനലിലെ ഒരു റിയാലിറ്റി ഷോയുടെ ഓഡീഷൻ വരുന്നുണ്ട്. നമുക്കൊന്ന് നോക്കിയാലോ? അയ്യോ മാഷേ, അതൊന്നും ശരിയാവില്ല. അതെന്താ? നീ നന്നായി പാടുന്നുണ്ടല്ലോ. അല്ല, ഇത്രയും വലിയൊരു വേദിയിലൊക്കെ. വേദിയുടെ വലുപ്പമല്ല പ്രശ്നം, നിന്റെ ആത്മവിശ്വാസമാണ് പ്രധാനം. നീ റെഡിയാണെങ്കിൽ ഞാൻ അപേക്ഷ അയക്കാം. അല്ല പക്ഷെ ഞാൻ ഇതൊരു സ്റ്റേജിൽ പോലും കയറിയിട്ടില്ല. അതൊന്നും കാര്യാക്കണ്ട. ഓഡീഷൻ ഇനിയും സമയമുണ്ടല്ലോ. നിന്റെ ഒരു കോൺഫിഡൻസിന് വേണ്ടി നമുക്കൊരു കാര്യം ചെയ്യാം. നീ സംഗീത അധ്യാപകൻ കൃഷ്ണകുമാറിനെ ചെന്നൊന്ന് കാണും. ഞാൻ വിളിച്ചു പറയാം. അല്ല പക്ഷേ അമ്മ ഇതൊന്നും സമ്മതിക്കാൻ വഴിയില്ല. പിന്നെ കുറെ കാശ് ചെലവുള്ള കാര്യല്ലേ. അമ്മയോടൊക്കെ ഞാൻ സംസാരിക്കാം. പിന്നെ ചെലവിനെ കുറിച്ചൊന്നും നീ ചിന്തിക്കണ്ട. നീ റെഡിയാണോന്ന് അറിഞ്ഞാൽ മതി. എന്നാ നാളെ തന്നെ ആ മാഷെ പോയി കാണണം. ശരി മാഷെ. പോയിക്കോളൂ. സരി ഗമ 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 പദനി ധ പമ ഗമ ഗമ ഗരി സ സ നി ധ നി ധ പ ധ ധ പമ പ ഗമ പദനി ധ പമ ഗമ ഗമ ഗരി സ. ആരാ? ഞാൻ ജയകൃഷ്ണൻ മാഷ് പറഞ്ഞിട്ട്. ഓ, മാഷ് വിളിച്ചിരുന്നു. വീട് എവിടെയെന്നാ പറഞ്ഞേ? വീട് ചെമ്പൻ കോളനിയിൽ. സംഗീതമായിട്ട് വല്ല ബന്ധോ? വീട്ടിലാരെങ്കിലും പാടുവോന്ന്? അമ്മമ്മ പാടുമായിരുന്നു. എന്ത്?
ഈ നാടൻ പാട്ടൊക്കെ. ഓഹോ ഹോ ഹോ ഹോ, തനിക്കെന്തായാലും സംഗീതം പഠിക്കാൻ തോന്നിയല്ലോ. നല്ലത്. പക്ഷേ ഇവിടെ ഇപ്പോൾ കുറച്ച് അസൗകര്യങ്ങളാണ്. കുട്ടികളൊക്കെ കുറച്ച് കൂടുതലാ. താൻ പോയിക്കോളുക. മാഷെ വിളിച്ച് ഞാൻ പറഞ്ഞോളാം. താൻ പോയിക്കോളൂ. സംഗീതം പഠിക്കണം. സാമാന്യ യോഗ്യത വേണ്ടേ? നിലവാരത്തകർച്ച. അല്ലാതെ എന്തു പറയാൻ. രാവിലെ തന്നെ വന്നോളൂ. ചെക്കൻ അതൊന്നും കാര്യമാക്കണ്ട. നീ വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്യൂ. നാടൻ പാട്ട് നിന്നെ ആരും പഠിപ്പിക്കണമെന്നില്ലല്ലോ അല്ലേ? ആ ചാനലിൽ എൻ്റെ ഒരു ശിഷ്യനുണ്ട്. ഞാൻ അവനോട് സംസാരിക്കാം കേട്ടോ. താൻ ടെൻഷൻ അടിക്കണ്ടെന്നേ, ഞാനില്ലേ കൂടെ. ശരി. അമ്മ ഒരു കാറ്റുമൂളണ്, ഒരു പാട്ടിൻ ഈണം കേൾക്കണ്, എൻ കാതിൽ വന്നു കഥ ചൊല്ലണ്, എൻ്റെ കാട്ടുചോലക്കിളിയേ. കനവാകും കടൽ നീന്തി കര കാണാതൊരു നാളും മഴമുകിലായി ഞാൻ പാടാം എൻ്റെ ഓലഞ്ഞാലിക്കിളിയേ. ഒരു കാറ്റുമൂളണ്, ഒരു പാട്ടിൻ ഈണം കേൾക്കണ്, എൻ കാതിൽ വന്നു കഥ ചൊല്ലണ്, എൻ്റെ കാട്ടുചോലക്കിളിയേ. നിറമൊഴുകിയതൊരു ദിനമല്ലേ, നിറവയ
പോലും കരളൊരുകിയ കഥയറിയാം ഇടറിയൊരീണം കേട്ട് പൊരുളറിയാതെ മയങ്ങി പശിയറിയാതെ ഊട്ടാൻ നിറമാർച്ചുരന്നമ്മ നീട്ടി തിരിമുറിയാതെ അലയിടറാതെ ഇനിയും ഞാൻ പാടാം ഇനിയും ഞാൻ പാടാം ഒരു കാറ്റുമൂളണ് ഒരു പാട്ടിനീണം കേൾക്കണ് എൻ കാതിൽ വന്നു കഥ ചൊല്ലണ് എന്റെ കാട്ടുചോലക്കിളിയേ മിഴികളിൽ ഒരു കടൽ ഡാലിയ ടി വി കോഴിക്കോട് സോണിൽ നടത്തിയ മ്യൂസിക് ഫെസ്റ്റ് ഓഡീഷനിൽ പങ്കെടുത്ത് ഫൈനലിസ്റ്റുകളായ എല്ലാ കുട്ടികളും ഞാൻ പേര് വിളിക്കുമ്പോൾ ഈ വേദിയിലേക്ക് കടന്നു വരണം. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും, നന്നായി പെർഫോം ചെയ്ത എല്ലാ കുട്ടികൾക്കും ഡാലിയ ടി വിയുടെ പേരിൽ ഞാൻ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. പടികടന്നിനിയും വരുമോ അനുദിനമെന്റെ കുടിലിൽ മറുതിയാണെന്നും തുണയാൻ കനൽ വഴി പോലും കവിതകളാക്കി ഇനിയും ഞാൻ പാടാം ഇനിയും ഞാൻ പാടാം ഒരു കാറ്റുമൂളണ് ഒരു പാട്ടിനീണം കേൾക്കണ് എൻ കാതിൽ വന്നു കഥ ചൊല്ലണ് എന്റെ കാട്ടുചോലക്കിളിയേ അല്ല, നിങ്ങളും കണ്ടതാണല്ലോ, മോനേക്കാളും നന്നായി പാടുന്നവരും ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇത് ഞാൻ എൻ്റെ റിസ്കിൽ ഇവനെ എന്നാക്കാം. പക്ഷേ കുറച്ച് കാശ് ചെലവാക്കേണ്ടി വരും. അതൊന്നും ഒരു പ്രശ്നമല്ല. എങ്ങനെങ്കിലും ഇവനൊന്ന് ടി വിയിൽ കണ്ടാൽ മതി. അല്ലെങ്കിൽ ഇവന്റെ അമ്മ എന്നെ വെച്ചേക്കില്ല. ആ പാട്ട് നന്നായിരുന്നു കേട്ടോ. മാഷൊരു കാര്യം ചെയ്യ്, പ്രൊഡ്യൂസർ ഒന്ന് പോയി കണ്ടോ. ഓക്കെ ഓക്കെ, എന്തായാലും ഞാൻ ജൂറിയായിട്ടും സംസാരിക്കട്ടെ. ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഓക്കെ, താങ്ക് യു. ആയിക്കോട്ടെ. നമസ്കാരം. ഇരിക്കൂ. താങ്ക് യു. സാറ് കുട്ടിയുടെ അധ്യാപകനാണ്. ഓ കൊള്ളാം, നന്നായി പാടുന്നുണ്ട്. പക്ഷേ അറിയാലോ, ഇത് ടാലന്റ് എന്നതിലുപരി ഈ ഷോ ഒരു ബിസിനസ് കൂടിയാണ്. ഐ മീൻ, ഞാൻ പറഞ്ഞു വന്നത് പ്രേക്ഷകർക്ക് അട്രാക്റ്റീവായ ഫേസുകളോടാണ് താല്പര്യം. ഇതൊരു വിഷ്വൽ മീഡിയ ആണ്. ഓ അത് ശരി. ഞാൻ വിചാരിച്ച് നന്നായി പാടാൻ കഴിവുള്ള കുട്ടികളെ കണ്ടെത്തുന്ന ഒരു പ്രോഗ്രാമാണെന്ന്. എന്നാ ഇതൊരു സൗന്ദര്യ മത്സരമാണെന്ന് ഇപ്പോഴാ അറിഞ്ഞത്. ഞാൻ പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്. താങ്കൾ ഇപ്പൊ പറഞ്ഞ ഈ ഘടകം മാറ്റിവെച്ചാലും ഇങ്ങനെ ഒരു ഷോയിൽ തുടരണമെങ്കിൽ ധാരാളം കാശ് ചെലവാക്കേണ്ടി വരും. കോസ്റ്റ്യൂം, മേക്കപ്പ്, അങ്ങനെ ഒരുപാട്. ഈ കുട്ടിയെ പോലെ അവസ്ഥയിൽ നിന്ന് വരുന്ന ഒരാൾക്ക് അത് താങ്ങാനാവുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് പ്രധാനം പണമാണെന്ന് മനസ്സിലായി. ഇനി അതുണ്ടെങ്കിലും അത് കാഴ്ചവെച്ച് ഇവന്റെ കഴിവ് തെളിയിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. മാഷേ, നമുക്ക് പോവാം. ഞാൻ അന്നേ പറഞ്ഞല്ലേ, ഇതൊന്നും നമുക്ക് ശരിയാവില്ല. കലയെ കച്ചവടം ചെയ്യുന്ന നീയൊക്കെ ഉണ്ടാക്കി വെച്ച ഈ കെട്ടുകാഴ്ചയ്ക്ക് മുകളിലേ ഇവൻ കേറി നിൽക്കും. ആരുടെയും സഹായമില്ലാതെ. നോക്കിക്കോ. ഓക്കെ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഡാഡാ സ്റ്റാർ സിംഗർ പോകുന്നു. നീയല്ലടാ അവനോട് ഫോട്ടോ എടുക്കുന്ന പറഞ്ഞു. പോയെടുക്കടാ. അവനൊക്കെ നമ്മളോട് ഫോട്ടോ എടുക്കൂടാ. അവൻ വലിയ സെലിബ്രിറ്റി അല്ലേ? അതെ അതെ. പേടി അവൻ എന്തൊക്കെയായിരുന്നു പാട്ട്, കൂത്ത്, റിയാലിറ്റി ഷോ. പവനായി, ശശിയായി. എന്തൊക്കെയായിരുന്നു. അങ്ങനെ ഞാൻ അവന് തള്ളി മറക്കുകയാണല്ലോ. മാഷെല്ലാം പറഞ്ഞു. നീ അതൊന്ന് കാര്യാക്കണ്ടാ.
അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉടായ്പ ഷോയിലൊന്നും കള്ളൻ പാടാതിരിക്കണം കള്ളൻ വാടാ, വാ, വാ. ഓടിക്കോ എടാ വാടാ നമുക്ക് പോയി നോക്കാം. എടാ വാടാ. ബാഡി ക്ലാസ്സിൽ പോകും. ഓരോരുത്തർ നേരം എടുത്ത് ഇറങ്ങിക്കോളും. കാക്കാനും നക്കാനും. 2 ദിവസം മുന്നേ എന്റെ കണ്ണു മുമ്പിൽ വന്നിനു. അന്ന് ഞാൻ ഓടിപ്പിച്ചു വിട്ടു. ഇത് ഇവന്റെ സ്ഥിരം പരിപാടിയാണെന്നേ. ഓരോന്ന് എടുത്തും പോകാൻ ഓരോ തന്തള വകയല്ലേ അത്. നാശം പിടിച്ച ഓരോ ജന്മങ്ങള് മനുഷ്യന്റെ നേരം മെനക്കെടുത്ത. ചക്കാ നമ്മുടെ മണിച്ചേട്ടൻ. തന്റെ തന്തയാണോടോ? നിങ്ങളെന്തിനീ പാവത്തിന് തല്ലേ? കടയിൽ നിന്ന് കത്തുന്ന പിന്നെ പൂട്ട് പൂജിക്കണോ? അതിന് തല്ലണോ? സുഖമില്ലാത്ത ആളല്ലേ? എന്നാ ഞാൻ ഈ കട അവന്റെ എഴുതി കൊടുക്കാം. അവന് ഭ്രാന്തൊന്നുമില്ല, പണിക്ക് പോകാതിരിക്കുന്ന അടവാണ്. ഇയാളുടെ അസുഖം ചിലപ്പോൾ ചികിത്സ മാറും. പക്ഷെ നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ള ഒരു വിഷം ഉണ്ടല്ലോ, ചത്താലും മാറില്ല. മാറിക്കട അങ്ങട്. അവനിത് സ്ഥിരമുള്ളതാ. എന്തിനാ പണിച്ചേട്ടാ അയാളെ കടയിൽ നിന്ന് സാധനം എടുക്കാൻ പോയത്? പണിച്ചേട്ടന് ചോറ് ഞാൻ വാങ്ങിച്ചു തരാം. നമ്മുടെ വിശപ്പ് നിങ്ങമാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇന്നെന്താ സ്കൂളിലാ? പിന്നെന്താ ഈ നേരത്ത്? അനക്ക് ടി വിയിൽ പാട്ട് പാടാൻ പറ്റാത്ത സങ്കടം ഇനി മാറിയിട്ടില്ല? ഞാൻ ഇനി സ്കൂളിൽ പോകണം. അപ്പൊ നീ പഠിപ്പ് മതിയാക്കിയാ? ആക്കിന് ഞാൻ ഇനി അമ്മയുടെ കൂടെ പണിക്ക് വരുവേ. നീ എന്തൊക്കെ കരയണ്? പറ, നിന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് കണ്ടാ? നമ്മ പഠിച്ചിട്ട് കാര്യമില്ലമ്മേ, നമ്മളെപ്പോഴും 2ാം തരക്കാര് തന്നെ. ആർക്ക്? നീ നാളെ മര്യാദയ്ക്ക് സ്കൂളിൽ പോണം. ഇല്ലമ്മേ. കണ്ട നീ ഒരു കാലത്ത് നമുക്ക് മുന്നിക്ക് വരണം. അതിന് നീ നന്നായി പഠിക്കണം, മനസ്സിലായില്ലേ? മക പോയി മോൻ കഴിക്കിട്ട് വാ. അമ്മ കഴിക്കാടുത്തേക്കാട്ടാ. ചെക്കൻ നിനക്ക് നല്ല സർപ്രൈസ് ആയില്ലേ? എനക്കുള്ള സർപ്രൈസ് ഞാൻ തരാം. മാഷേ ഞാൻ ഇപ്പോ വരാം. ആ ശരി, പെട്ടെന്ന് കേറി വാ, ഞങ്ങള് വീട്ടിലിരിക്കാം. ഞാൻ അങ്ങോട്ട് വരട്ടേട്ടാ. അവനെ കുറച്ച് നാളായി സ്കൂളിലേക്ക് കണ്ടിട്ട്. വിളിച്ചന്വേഷിക്കാനാണെങ്കിൽ ഒരു നമ്പറും ഇല്ല. ഞാൻ പറഞ്ഞു മാഷേ, പക്ഷെ ഓൻ കേക്കണ്ടേ. നിന്റെ വിഷമം കൊണ്ട് ഞാൻ എന്തേലൊക്കെ പറയും. ഓൻ പഠിച്ച് നന്നാവുമല്ലേ ഞങ്ങൾക്ക് വേണ്ടത്. ആഹാ, നീരാട്ടൊക്കെ കഴിഞ്ഞോ? ചക്ക, ഞങ്ങൾ വന്നത് എന്തിനാണെന്ന് മനസ്സിലായോ? നിന്റെ വിഷമം ഞങ്ങൾക്കൊക്കെ മനസ്സിലാവും. ഇപ്പോഴും ആളുകളുടെ ഉള്ളിലുള്ള ചില ധാരണകൾ മാറ്റിയെടുക്കാൻ പ്രയാസാണെന്ന് കരുതി അതിൽ നിന്നെല്ലാം പേടിച്ചോടുന്നത് ശരിയാണോ? അന്നങ്ങനെ സംഭവിച്ചാൽ എല്ലാവർക്കും വിഷമമുണ്ട്. നീ സ്കൂളിലേക്ക് വാടാ. അതല്ല മാഷേ, ഒരതല്ലേ ഇല്ല. നാളെ തൊട്ട് സ്കൂളിൽ വാ.
ഇനി നിന്നെ ആരെ കളിയാക്കിയാ അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ആ പിന്നെ ഞങ്ങൾ നിന്നെ കാണാൻ വേണ്ടി മാത്രം വന്നൊന്നുമല്ല. ഈ കാടും ഈ നാടും ഒക്കെ കാണാൻ കൂടിയാ. അത് ശരിയാ. അപ്പൊ എന്നാ ഞങ്ങൾ പോവാ. നാളെ വേണേ സ്കൂളിൽ പറഞ്ഞേക്കണം കേട്ടോ. വാ, നമുക്ക് പോവാം. ഇരിക്കിരിക്കെ. ഡാ ചക്ക, ആ ഓഡിഷനിൽ പാടിയ പാട്ടൊന്ന് പാടുവോ? ഇപ്പൊ വേണോ? പിന്നെ ആവട്ടെ. മോനൊന്ന് പാട്, ഒന്ന് പാട്. ഒരു കാറ്റു മൂളണ്, ഒരു പാട്ടിൻ ഈണം കേൾക്കണ്, എൻ കാതിൽ വന്നു കഥ ചൊല്ലണ്, എന്റെ കാട്ടുചോലക്കിളിയേ. കനവാകും കടൽ നീന്തി കരക്കാടാതൊരു നാളും മഴമുകിലായി ഞാൻ പാടാം എന്റെ ഓലഞ്ഞാലിക്കിളിയേ. ഒരു കാറ്റു മൂളണ്, ഒരു പാട്ടിൻ ഈണം കേൾക്കണ്, എൻ കാതിൽ വന്നു കഥ ചൊല്ലണ്, എന്റെ കാട്ടുചോലക്കിളിയേ. നിണമൊഴുകിയതൊരു ദിനമല്ലേ, നിറവയറൊഴിഞ്ഞതു വനമേ, പതറിയ ചില ചുവടിനു പോലും കരളൊരുകിയ കഥയറിയാം. ഇടറിയൊരീണം കേട്ട് പൊരുളറിയാതെ മയങ്ങി, പശിയറിയാതെ ഊട്ടാൻ നിറമാർച്ചുരന്നമ്മ നീട്ടി, തിരിമുറിയാതെ അലയിടറാതെ ഇനിയും ഞാൻ പാടാം, ഇനിയും ഞാൻ പാടാം. ഒരു കാറ്റു മൂളണ്, ഒരു പാട്ടിൻ ഈണം കേൾക്കണ്, എൻ കാതിൽ വന്നു കഥ ചൊല്ലണ്, എന്റെ കാട്ടുചോലക്കിളിയേ. മിഴികളിൽ ഒരു കടലിളകുമ്പോൾ പുഞ്ചിരിയൊരു മറയാകും, മനം തോറാ മഴ പെയ്താലും ചെറുതന്നൽ കുളിരേകും, അരുമയോടൊന്നു തഴുകാൻ ആ പടികടന്നിനിയും വരുമോ, അനുദിനമെന്റെ കുടിലിൽ വറുതിയാണെന്നും തുണയായി, കനൽ വഴി പോലും കവിതകളാക്കി ഇനിയും ഞാൻ പാടാം, ഇനിയും ഞാൻ പാടാം. ഒരു കാറ്റു മൂളണ്, ഒരു പാട്ടിൻ ഈണം കേൾക്കണ്, എൻ കാതിൽ വന്നു കഥ ചൊല്ലണ്, എന്റെ കാട്ടുചോലക്കിളിയേ. കനവാകും കടൽ നീന്തി കരക്കാടാതൊരു നാളും മഴമുകിലായി ഞാൻ പാടാം എന്റെ ഓലഞ്ഞാലിക്കിളിയേ. വേഗം വാ. ഒന്നോ നടന്നു നടന്ന് മനുഷ്യന്റെ കാല് വണ്ടി കയറുന്നൊക്കെയല്ലേ പറഞ്ഞത്, ഒരു ആന കയറാൻ പോല ഇതാ എത്തിയും തോന്നുന്നു. ചക്ക ചക്ക
എന്താ മെമ്പറെ, എന്താ കാര്യം? നമ്മുടെ ചെക്കനോടെ ഓൻ ആടെ ഉണ്ടേന്നല്ല എന്ത്? ഇങ്ങോട്ട് വാടാ അങ്ങോട്ട്. എന്റെ പൊന്നു മോനെ, നീ അങ്ങ് ഫേമസ് ആയല്ലോടാ. ഇവൻ തന്നെയാണ്. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. എന്താ മെമ്പറെ കാര്യം? ആരവരൊക്കെ? അപ്പൊ അറിഞ്ഞില്ലേ, നമ്മുടെ ചെക്കൻ പാടിയ പാട്ട് വൈറലായില്ലേ? ഇപ്പോ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഇവൻ ഇങ്ങനെ തിളങ്ങല്ലേ. കൊറേ പേര് കണ്ട്. നിങ്ങളുടെ അടുത്തൊരു വിവരമില്ലേ, അത് നോക്കടാ. നോക്ക്. രാവിലെ ഞാനിത് അറിയുന്നത്. മറ്റു ചാനലൊക്കെ അറിയുന്നതിന് മുമ്പേ ഇവരെ ഞാനങ്ങ് പൊക്കി. ഞമ്മടെ പാർട്ടി ചാനൽ വരട്ടെ ആദ്യം. മോനെ കയറി വന്നോളൂ. അമ്മേ അമ്മേ അടുത്തോട്ട് വന്നോളൂ. തീരെ മൊത്തമായിട്ട് കിട്ടണം, എന്നാലും ദാരിദ്ര്യം ഫീൽ ചെയ്യുള്ളൂ. റെഡി? മെമ്പറെ ഒന്ന് മാറി തുടങ്ങാം. നമ്മുടെ കൂടെ ഇപ്പോഴുള്ളത് ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഗോത്ര വിദ്യാർത്ഥി ചെക്കനാണ്. പട്ടിണിയോടും പരിമിതികളോടും പൊരുതുമ്പോഴും ഉള്ളിൽ സംഗീതം കലയും കൊണ്ട് നടക്കുന്ന ഇവനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യം നമുക്ക് ആ വൈറലായ ഗാനം പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പാടാം. ഒരു കാറ്റുമൂളണ്, ഒരു പാട്ടിനീണം കേൾക്കണ്, എൻ കാതിൽ വന്നു കഥ ചൊല്ലണ്, എന്റെ കാട്ടുചോലക്കിളിയേ. സോഷ്യൽ മീഡിയയിൽ വൈറലായി ഗോത്ര വിദ്യാർത്ഥിയുടെ പാട്ട്. വയനാട് ചെമ്മൻ കോളനിയിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിയായ ചെക്കനാണ് ഒരൊറ്റ ഗാനം കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയനായി മാറിയത്. തന്റെ സഹവിദ്യാർത്ഥിനി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഗാനം ഇതിനോടകം തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഷെയർ ചെയ്ത് കണ്ടത്. ഒരു പാട്ടിനീണം കേൾക്കണ്, എൻ കാതിൽ വന്നു കഥ ചൊല്ലണ്, എന്റെ കാട്ടുചോലക്കിളിയേ. ചക്കാ മോനെ, മോനെടാ, നിന്നെ കാണുന്നു വിചാരിച്ചിരിക്കായിരുന്നു. കലക്കിട്ടുണ്ട് കേട്ടോ. ഒരു കാര്യം ഞാൻ പറയാം, നിന്നിൽ നിന്ന് ഞാൻ എത്ര പ്രതീക്ഷിച്ചതല്ല. പക്ഷെ നീ പൊളിച്ച് സന്തോഷമായി. ഇനി ഈ ഭാഷ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും മോനെ. പാട്ടൊക്കെ പൊളിച്ചു കേട്ടോ, ഉഷാറായിരിക്കണേ. നമ്മള് പണ്ടേ പൊളിയല്ലേ. ചെക്കനാട്ടോ പൊളി. ഇതൊക്കെ എന്ത്? ഇനി പ്രമുഖ വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തനവുമായിട്ടുള്ള മോഹനേട്ടനെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ രണ്ടു വാക്ക് സംസാരിക്കാൻ വേണ്ടി അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, വളരെയധികം സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് നാം ഏവരും. നമ്മുടെ നാടിൻ്റെ അഭിമാനമായി മാറിയ ചെക്കൻ്റെ സ്വരമാധുര്യം കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ ബാല്യകാലമായിരുന്നു. അല്പം ചിത്രരചനയിൽ താല്പര്യമുള്ള ഒരാളായിരുന്നു ഞാൻ. അങ്ങനെ വരച്ചുകൂടിയ ചിത്രങ്ങളുടെ ഒരു പ്രദർശനം നടത്തുക എന്ന എൻ്റെ സ്വപ്നം നടക്കാതെ പോയ എൻ്റെ ഒരു മോഹമായിരുന്നു. എന്നാൽ ഒരു ബിസിനസ്സുകാരനായ എനിക്ക് അന്ന് നടക്കാതെ പോയ എൻ്റെ മോഹങ്ങൾ ഇന്നും എൻ്റെ മനസ്സിലൊരു നൊമ്പരമായി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവസഹായത്താൽ ചെക്കനെ പോലെയുള്ള ഒരുപാട് കലാകാരന്മാർക്ക് ജീവിതത്തിൻ്റെ വഴികാട്ടിയാവാൻ ഞങ്ങളേതുപോലെയുള്ള സംഘടനകൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ നാടും ഈ ഗ്രാമവും നാളെ ചെക്കൻ്റെ പേരിൽ അറിയപ്പെടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. മറുപടി പ്രസംഗത്തിനായി നമ്മുടെ ചെക്കനെ ക്ഷണിക്കുന്നു.
എന്ത് പറയണം എന്നെനിക്കറിയില്ല. ഞാൻ ഇങ്ങനൊരു സ്വപ്നം പോലും കണ്ടിട്ടില്ല. ഞാൻ വെറുതെ പാടിയൊരു പാട്ട് എടുത്ത് ഇത്ര നാളിലേക്ക് എത്തിച്ച എൻ്റെ കൂട്ടുകാർ, പിന്നെ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകർ, അവർക്കെല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. സാറ് പറഞ്ഞത് ശരിയാണ്. ഒരുപാട് കഷ്ടപ്പെട്ടാണ് എൻ്റെ അമ്മ എന്നെ വളർത്തിയതും പഠിപ്പിക്കുന്നതൊക്കെ. പക്ഷേ ഇപ്പോൾ ഞങ്ങളെക്കാളും കൂടുതൽ ആവശ്യം ഈ കോളനിയിൽ തളർന്നെടുക്കുന്ന ചിരിത ചേച്ചി, അതുകൊണ്ട് പഠിക്കാൻ പോകാനൊന്നും പറ്റാത്ത അവരുടെ മകൾ മാളും. നിങ്ങളെനിക്ക് ചെയ്യുന്ന സഹായം ഇപ്പോൾ എന്നെക്കാൾ ആവശ്യം അവർക്കാണെന്ന് തോന്നുന്നു. നമ്മുടെ ഈ ചെക്കന് നല്ലൊരു ഭാവിയുണ്ട്. കാരണം നല്ലൊരു മനസ്സിന്റെ ഉടമയ്ക്ക് നല്ലൊരു കലാകാരനാകാൻ കഴിയൂ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ ഞങ്ങൾ പ്രഖ്യാപിച്ച സഹായം നിനക്ക് വേണ്ടി തീരുമാനിച്ചാണ്. ഇനി ചെക്കൻ്റെ ആവശ്യപ്രകാരം ആ അമ്മയുടെ ചികിത്സയുടെ പൂർണ്ണ ഉത്തരവാദിത്വവും ചെലവും ഞങ്ങൾ വഹിക്കാമെന്ന് ഇവിടെ വാക്ക് തരുന്നു. ഈ അമ്മയുടെ ചികിത്സാ സഹായത്തിനുള്ള എല്ലാ കാര്യങ്ങളും ജയകൃഷ്ണൻ മാഷെ ഏൽപ്പിക്കുന്നതായിരിക്കും. അദ്ദേഹം ഞങ്ങളുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊള്ളൂ. ഓക്കെ, താങ്ക് യു. ഞാൻ ഫോണും കൊണ്ട് അങ്ങനെ ഇരുന്നാട്ടാ. ഫോൺ കിട്ടിയെന്ന് വെച്ചാൽ എപ്പോഴും ഇതാ തൊഴിൽ. ഹലോ, എവിടെയാണ് സെലിബ്രിറ്റി? പോടോ, ഞാൻ വീട്ടിലാണ്. ഞാൻ താത്താടെ കല്യാണം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി വിളിച്ചതാ. ആദ്യമേ പറഞ്ഞേക്കാം, വേറെ പ്രോഗ്രാം ഒന്നും വെക്കണ്ട. താൻ കളിയാക്കൊന്നും വേണ്ട. താനില്ലായിരുന്നെങ്കിൽ എനിക്ക് ഭാഗ്യമൊന്നും ഉണ്ടാവില്ലായിരുന്നു. അതിനൊക്കെ ഞാൻ മതി മതി മതി. തനിക്ക് കഴിവുണ്ട്, അതെന്നായാലും അംഗീകരിക്കപ്പെടും. അതിന് ഞാനൊരു കാരണമായിരുന്നുള്ളൂ. നിനക്ക് ഓർമ്മയുണ്ടോ ഞാൻ ആദ്യമായിട്ട് നിന്റെ പാട്ട് കേട്ടത്? അന്ന് ഞാൻ തീരുമാനിച്ചതാ, എന്ത് നിന്നെ ഒന്ന് വൈറലാക്കണമല്ലോന്ന്. അപ്പൊ ഓക്കേടാ, ഉമ്മ വിളിക്കുന്നുണ്ട്. കല്യാണത്തിരക്കില്ല, തലേന്ന് തന്നെ വരണം. നമ്മുടെ ടീമിൽ എല്ലാവരും ഉണ്ടാവും കേട്ടോ. വരും വരും. പറയടാ. എടാ, നീ ഹാജരയുടെ ചേച്ചിയുടെ കല്യാണത്തിന് വന്നില്ലേ? ഉണ്ട്. എടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതില്ലേ, അവക്ക് എന്നോട് എന്തേലും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടോ? എടാ, ഹാജരക്ക്. ഞാൻ നിന്നോട് പറയണോന്ന് വിചാരിച്ചിരിക്ക. അതല്ല, ഇപ്പൊ എന്താ മോന്റെ പ്രശ്നം? അല്ലടാ, എനിക്കതൊന്നും അറിഞ്ഞാ കൊള്ളാന്നുണ്ട്. നീ കിടന്നുരുളണ്ട. നിനക്ക് അവളോട് ഇഷ്ടമാണെങ്കിൽ അതങ്ങ് ചോദിച്ചൂടെ? അല്ലടാ, ചോദിച്ചാ കൊള്ളാന്നൊക്കെ ഉണ്ട്. പക്ഷേ അവളെങ്ങനെ എടുക്കൂന്ന് ആലോചിച്ചിട്ട്. അവളുടെ ഇത്താടെ കല്യാണത്തിന് നമ്മള് പോകൂലേ? അപ്പൊ ചോദിക്കാല്ലേ? പിന്നെ അല്ലാതെ. നീ പോണേ. ഓക്കെ. വാഴവളപ്പിൽ തറവാട്ടിലെ പ്രിയ കുടുംബാംഗങ്ങളെ, സ്നേഹനിധികളായ അയൽവാസികളെ, ചെക്ക, നീ ആ മലർക്കൊടി പാട്ടൊന്ന് പാടിക്കേ. നീ ഇപ്പൊ വലിയ സെലിബ്രിറ്റി ആയില്ലേ? ഞാൻ പാടൊന്നുമില്ല. പോയി പാടറ. ശരിയാവില്ല. നീ പോയി നിന്റെ മാമനോട് പറഞ്ഞു. ഇവൻ പാടും. ഹാജര വേണ്ടോ? പോടാ, പോയി പാടറ. ഹാജര, പോയി പാട്. ഹാജര, ഹാജര. നമ്മൾ ആചരമൂളെ കൂടെ പഠിക്കുന്ന ചെക്കനോട് എത്തിയിട്ടുണ്ട്. ചെക്കൻ്റെ ഒരു പാട്ടിന് ശേഷം ഞാൻ എൻ്റെ പാട്ട് തുടരുന്നതാണ്. മലക്കൊടിയേ ഞാനെന്നും
പുഴയരികിൽ പോയെന്നും വളർന്നു വരും മൊഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാം കൺകോണിൽ സുവർഗവും കണ്ട് മലർക്കൊടിയെ ഞാനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരും മൊഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാ കൺകോണിൽ സുവർഗവും കണ്ട് നദീതീരത്തെ സൗന്ദര്യം കാണാനായി വന്നവളാണോ സ്വപ്ന കന്യകയാണോ അവളുടെ പുഞ്ചിരിയാലേ എന്നോട് തടി തളരുന്നേ മലർക്കൊടിയെ ഞാനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരും മൊഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാ കൺകോണിൽ സുവർഗവും കണ്ട് കവിളിണയിൽ ചുംബനം നൽകിടുവാൻ തെന്നലിനെ അനുവദിച്ചിടല്ലേ എനിക്കത് സഹിച്ചിടുവാനേ ഒട്ടും കഴിയുകയില്ലേ മലർക്കൊടിയെ ഞാനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരും മൊഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാ കൺകോണിൽ സുവർഗവും കണ്ട് എടി നിന്റെ ഫ്രണ്ട്സ് ഒന്നും വന്നിട്ടില്ല? പിന്നെ എല്ലാരും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ആരും കണ്ടിട്ടില്ലല്ലോ. ചക്ക നിന്റെ പാട്ട് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇതെന്റെ ക്ലാസ്മേറ്റ് ചെക്കൻ. ചെക്കൻ അറിയാത്ത ആരെങ്കിലും ഇപ്പൊ ഉണ്ടോ? ആ പിന്നെ ഇതെന്റെ മാമാന്റെ മോൻ ഷാനു. എന്നെ കെട്ടാനായിട്ട് ഉമ്മച്ചി ഉറപ്പിച്ചു വെച്ചിരിക്കുക. എന്റെ വിധി അല്ലാതെ എന്ത് പറയാൻ. സത്യല്ലേ പറഞ്ഞേ? ശരിടാ. പിന്നെ ഫുഡ് കഴിച്ചിട്ടേ പോവാളൂ കേട്ടോ. കഴിച്ചോളൂ. ചെക്ക ചെക്ക പോയി ഞാൻ കേട്ട് പറയത്തില്ല. അവ മുഖോ കടന്നൽ കുത്തി വീർത്തപ്പോൾ തന്നെ. അപ്പൊ സ്കൂൾ ഉത്സവത്തിക്ക് വരെ പോണില്ല. എന്ത് പറ്റിയാ ആവോ. ശരിയട്ടെ.
ചെക്ക അമ്മ പറഞ്ഞു എന്തോ ദേഷ്യത്തിലാണെന്ന്. അങ്ങനൊന്നുമില്ല. നീ പാടുന്നില്ലെന്ന് പറഞ്ഞോ? പാടാൻ തോന്നുന്നില്ല. അങ്ങനൊന്നും പറയണ്ട. ആരുടെയെങ്കിലും കണ്ണ് കെട്ടിയിട്ടുണ്ടാവും. അതാ എങ്ങനെയൊക്കെ തോന്നണേ. ആ കൈ ഒന്ന് നെട്ടിക്കേ. എന്തിനാ? നീട്ട്. ഇത് നമ്മുടെ കോവിലിൽ പൂജിച്ചതാ. ഞാൻ ഇന്നും പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ, നന്നായി പാടാൻ വേണ്ടി. വേണ്ടാത്ത ചിന്തയൊക്കെ മാറ്റി വെക്കാൻ നോക്ക് മോൻ. എന്നിട്ട് പ്രാക്ടീസ് തുടങ്ങും. ഹൃദയത്തിൽ നിറമേകും ശലഭങ്ങളെ വനമാകെ നിറയുന്നു. മിഴിവേകും മഴവില്ലിൻ വർണ്ണങ്ങളെ വെറുതെ നുണയുന്നു. കലമാന്റെ മിഴിയോലും അഴകുള്ള കണ്ണേ അറിയാതെ പടരുന്നൊരഴകാണു നീ. അനുരാഗപ്പൂവനമേ ഹൃദയത്തിൽ നിറമേകും ശലഭങ്ങളെ വനമാകെ നിറയുന്നു. நாளும் கலந்துனக்கு நான் தருவேன். கோலம் செய்துங்க கரிமுகத்து தூமணியே நீ எனக்கு சங்கத்தமிழ் மூன்றும் தான். நீ எனக்கு சங்கத்தமிழ் மூன்றும் தான். கோலம் செய்துங்க கரிமுகத்து தூமணியே നീലാകാശത്തിന്റെ കീഴിൽ പച്ചപ്പിന്റെ കുട തീർത്ത മാസ്മരിക വസന്തം. കേരളത്തിന്റെ സ്വന്തം വയനാടിന്റെ കലാപ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന മാമാങ്ക തിരുമുറ്റത്തെ അവസാന ദിനത്തിന്റെ വർണ്ണശബളമായ കാഴ്ചയിലേക്ക്. കൊൽക്കളി മത്സരത്തിനുള്ള അവസാന ഘട്ട ഒരുക്കങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അകലോകത്തിന്റെ ഹകീകത്ത് അലങ്കാരപ്പൊൻ നിലാവേ. ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക. വേദി 3-ൽ ഹയർ സെക്കൻഡറി വിഭാഗക്കാർക്കുള്ള നാടൻ പാട്ട് മത്സരം ആരംഭിക്കുകയാണ്. മത്സരാർത്ഥികൾ എത്രയും പെട്ടെന്ന് വേദി 3-ൽ റിപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നാടൻ പാട്ട് മത്സരമാണ്. ഒരു ഫൈനൽ റേസ് നോക്കിയാലോ? ഓക്കെ അല്ലേ? ടെൻഷൻ അടിക്കണ്ട, റിലാക്സ് ചെയ്ത് പാടിയാൽ മതി. റെഡി? നമസ്കാരം. വള്ളുവനാട്ടിലെ ആചാരപരമായ മരംകൊട്ട് പാട്ടിൻ്റെ 2 വകഭേദങ്ങളാണ് ഞങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. ഞങ്ങൾ ഉപയോഗിക്കുന്ന നാട്ടുവാദ്യങ്ങൾ മരം, വലംതല, വടിച്ചിലമ്പ്.
കലാമാമാങ്കത്തിന് തിരശീല വീഴുമ്പോൾ നാടൻപാട്ട് മത്സരത്തിൽ വിജയിച്ച നീർച്ചാൽ GHSS വിദ്യാർത്ഥികളുടെ ആഹ്ലാദ പ്രകടനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈയിടെ സോഷ്യൽ മീഡിയയിൽ വൈറലായ ചെക്കൻ എന്ന കലാകാരന്റെ നേതൃത്വത്തിലുള്ള ടീമിന് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. പറഞ്ഞോളൂ. അല്ല, സന്തോഷം. പ്രോത്സാഹിപ്പിച്ചവർക്കൊക്കെ നന്ദി.